വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരിക്കാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. വലിയ ആഘാതം ഉണ്ടാക്കുകയാണ് ശ്രീ ഷംഷാദ്. ഈ ഒരു വാർത്ത വരുമ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയാതെ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. തീർച്ചയായും നമ്മൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഇതിന്റെ ഫോളോ അപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലും ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് ഇന്ന് നേരിട്ട് ആശുപത്രിയിൽ പോയി ഡോക്ടർമാരെ കണ്ടു, ജെൻസന്റെ ബ്രദറിനെ കണ്ടു, അച്ഛനെ അമ്മയൊക്കെ കണ്ടു. അപ്പൊ നമ്മളൊരു പ്രതീക്ഷ നമുക്കൊരു മിറാക്കിൾ സംഭവിക്കുമെന്നുള്ളത് തന്നെയായിരുന്നു. അത് മാത്രമാണ് നമ്മളുടെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നത്. കാരണം മെഡിക്കലി ക്രിട്ടിക്കൽ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ അത്ഭുതം സംഭവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയെ തന്നെയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തത്. ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ അത് കഴിഞ്ഞ് ജെയ്സൺ എന്നെ ഉച്ചയ്ക്ക് വിളിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ പറയാനൊക്കെ ബ്രദർ. അപ്പോഴും നമ്മൾ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് നമ്മളൊക്കെ നിന്നത്. അപ്പോൾ ജെയ്സൺ പറഞ്ഞിരുന്നത് എല്ലാവരും ഒരുപാട് ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കുന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയിൽ നിന്നാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ വിളിച്ച് മരണത്തിന്റെ കാര്യം പറഞ്ഞത്. ഇനി ശ്രുതി മറ്റൊരു ഹോസ്പിറ്റലിലാണുള്ളത്. ശ്രുതിയുടെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ശ്രുതിയുടെ ഓപ്പറേഷനൊക്കെ ഇന്ന് കഴിഞ്ഞതാണ് കാലിന്റെ. ശ്രുതി കാണണം എന്നൊക്കെ രാവിലെ പറഞ്ഞിരുന്നു. രാവിലെ ആ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയി കാണിക്കേണ്ടെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയും അവരുടെ കുടുംബത്തിലുള്ള ആളുകളോടൊന്ന് സംസാരിക്കുകയും ശ്രുതിയെ ഒന്ന് പറഞ്ഞു നിർത്തണമെന്നും പിന്നീട് നമുക്ക് മര്യാദയ്ക്ക് റിക്കവറി ആവും നമുക്ക് കാണിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി ശ്രുതിയുടെ അടുത്തത് ഫാമിലി വെച്ച് പറയിപ്പിക്കാം. അപകടം സംഭവിക്കുമ്പോൾ ശ്രുതി കൂടെ ഉണ്ട്. ശ്രുതിക്ക് അറിയാം കുറച്ച് ഉണ്ട്, പക്ഷെ ക്രിട്ടിക്കലാവാം. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല, ഒരു റെഫറൻസ് ചെയ്തു ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നുള്ളതാണ് ശ്രുതിയുടെ ധാരണ ഉണ്ടായിരുന്നത്. ശ്രുതിക്ക് കുറച്ചൊക്കെ കാര്യങ്ങളെ കുറിച്ച് ധാരണയുണ്ട്. ശ്രുതിയുടെ പരിക്കുള്ളത് കൊണ്ട് ശ്രുതിയുടെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ അവിടെ നോക്കുന്നത്. അതുകൊണ്ട് മേപ്പാടിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും ഒരു അവസ്ഥയിലേക്കുള്ളത് ശ്രുതി അത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ശ്രുതിയോട് പറയണം. നാളെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ ഇതിനെ അതിജീവിക്കുക എന്നുള്ള വാക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ എനിക്ക് തന്നെ തോന്നുന്നില്ല അത് എത്രത്തോളം പെട്ടെന്ന് നടക്കുന്നു.